അസ്സലാമലൈക്കും. ബാഗും കത്തിയൊക്കെ എടുത്ത് വെച്ച് എന്താ വെച്ചാൽ ഇന്ന് ജിദ്ദയിൽ വലിയൊരു നോമ്പ് തുറ നടക്കാൻ പോവാണ്. KMCCയുടെ ജിദ്ദ സെൻട്രൽ കമ്മിറ്റി നടത്തുന്ന നോമ്പ് തുറ പരിപാടിക്ക് പോവാണ്. നമുക്ക് അവിടെ ഇരിക്കുന്നത് മെയിനായിട്ട് ഈ ഫ്രൂട്ട്സ് കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കട്ടിംഗ് ബോർഡും കത്തിയൊക്കെ എടുത്ത് വെച്ച്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വന്ന ഫ്രൂട്ട്സുകൾ, ബോക്സിൽ വന്ന ഫ്രൂട്ട്സുകളൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കുക എന്നുള്ള പരിപാടിയാണ്. അതോടൊപ്പം നമ്മൾ ഗ്ലൗസ്, മാസ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ചെയ്ത് നിൽക്കുകയാണ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുമായിട്ട്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ടേബിളിൻ്റെ മുകളിൽ കംപ്ലീറ്റ് സാധനങ്ങൾ നിരത്തിയിട്ട് കട്ടിങ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കട്ടിങ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആളുകൾ കട്ടിങ് ബോർഡ് കയറ്റി പിരിക്കുന്നത് അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വത്തൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉദ്ഘാടനം കഴിക്കുന്നത്. ആ സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പിളിൻ്റെ കട്ടിങ്ങൊക്കെ വേറെ ലെവൽ കട്ടിങ് കേട്ടോ. എത്ര പെട്ടെന്ന് ആ പരിപാടി കഴിയുന്നത്. ഒരുപാട് കട്ടിങ് ചെയ്യാണ്ടെങ്കിൽ ഇതാണോ നല്ലത്, ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെ. ഓരോരുത്തരും ഓരോ മേഖലയിൽ കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുക. ആപ്പിൾ കട്ട് ചെയ്യുന്നുണ്ട്, ഓറഞ്ച് കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പുറം ഈത്തപ്പഴം അതേപോലെ സ്നാക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. 2 സമൂസയും അതേപോലെ ഈത്തപ്പഴം വെച്ചിട്ട് 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരാൾ പാക്ക് ചെയ്യുന്നതിന് ഒരാളെടുത്ത് ബോക്സിലെടുത്ത് വെക്കുന്നുണ്ട്. ഏകദേശം 2000 ആളുകൾക്ക് മുകളിലുള്ള ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു വലിയൊരു നോമ്പുതുറ പരിപാടി തന്നെയാണ്. ഫ്രൂട്ട്സും കട്ടിങ് കാര്യങ്ങളൊക്കെ അത്രയും ആളുകൾക്ക് എത്തിക്കുന്ന രീതിയിലുള്ളൊരു പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ വൃത്തിയിലും കാര്യങ്ങളിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മളതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഹൈജീനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാക്കിങ് ചെയ്തിട്ട് ബോക്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ബോക്സ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വണ്ടിക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതേപോലെ ഈത്തപ്പഴവും സ്നാക്സ്, സമൂസയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അത് ബോക്സിലേക്ക് കൊണ്ടിരിക്കുന്നുണ്ട്. KMCCയുടെ കരുത്തരായ പ്രവർത്തകരാണ് ഇതിനൊക്കെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്.
സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പാക്കിങ് കാര്യങ്ങൾ സെപ്പറേറ്റ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെ ബോക്സിലാക്കിയിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ നോമ്പുതുറ പരിപാടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ തന്നെ വണ്ടിക്കകത്ത് കയറ്റി വെക്കുകയാണ്. വണ്ടി കൂളിങ് ഉള്ള വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ ചീത്താവില്ല, നല്ല ഒരു ഫ്രഷ്നെസ് തന്നെ നിൽക്കുകയും ചെയ്യും. അവിടെ എത്തിയതിനു ശേഷം സാധനങ്ങളൊക്കെ തന്നെ നമ്മളെ നോമ്പുതുറ ഗ്രൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ ഇറക്കാൻ തന്നെ ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് KMCCയുടെ. മാറ്റ് വിരിച്ചിട്ടുണ്ടല്ല വൃത്തിക്ക് നല്ല രീതിയിൽ തന്നെ 2000 ആളുകൾക്ക് മുകളിൽ ഉൾക്കൊള്ളിക്കാനുള്ള രീതിയിൽ തന്നെയുള്ള സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, അതിനകത്താണ് വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അത്രയും കാര്യങ്ങൾ വൃത്തിയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മാറ്റിനകത്ത് ഏകദേശം 8 പേർക്ക് ഇരിക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിദ്ദയിലെ മന്തിവടയിലെ ചിക്കൻ മന്തിയാണ് മെയിൻ ഫുഡായിട്ട് നോമ്പുതുറയിൽ. അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ രീതിയിലുള്ള ഔദ്യോഗിക പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പ്രവാസി മെഡിക്കൽ സെന്ററിന്റെ കവറുകളാണ് നിങ്ങളുടെ കൈകളിൽ. ഇവിടെ എല്ലാ പ്രവാസികൾക്കും എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ കർത്തവ്യം ഈ അവസരത്തിൽ നിങ്ങളെ പടർന്നു പിടിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ബഷീർ അലി തങ്ങളും നമ്മുടെ ഇഫ്താർ വിരുന്നിനോട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ കൂടി അവിടെ ചൊല്ലുകയുണ്ടായി. ലഹരി വിഷമാണ്, ലഹരി വിനാശമാണ്, നാശം വിതക്കുന്ന വിപത്താണ് ലഹരി. മനുഷ്യവംശത്തിന്റെ ജീവിതതാളം തകിടം മറിക്കുന്ന സകല സാമൂഹിക തിന്മകളുടെയും ഉറവിടമാണ് മദ്യവും മയക്കുമരുന്നും. ഈ നോമ്പ് തുറക്കാൻ വന്ന ഓരോ ആളുകളെയും KMCCൻ്റെ വളണ്ടിയേഴ്സ് സ്വീകരിച്ചിരുത്തുന്ന നമുക്ക് കാണാൻ പറ്റും. സീറ്റും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇരുത്തുന്നത്. അതേപോലെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ വിഭവങ്ങളൊക്കെ തന്നെ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയിൽ വെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 2000-ന് മുകളിൽ ആളുകൾ നോമ്പുറക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു, ആളുകളൊക്കെ നോമ്പുറക്കൽ തുടങ്ങി.
നിസ്കരിക്കാൻ അവിടെ തന്നെ സൗകര്യം ഉണ്ടായിട്ടോ. എല്ലാവരും നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. വാളണ്ടിയേഴ്സ് അവസാന ട്രിപ്പിലായിരുന്നു. അതിനുശേഷം അവിടെ ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വാളണ്ടിയേഴ്സൊക്കെ പിരിഞ്ഞു പോയത്. ഓക്കെ, താങ്ക് യു.